പൊന്നാനി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇന്നലെ പ്രഖ്യാപനം വന്നു, പിന്നാലെ തന്നെ സജീവമായി. എന്താണ് പൊന്നാനിയുടെ ഒരു മനസ്സ്? ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപനം വന്ന 5 മണി മുതൽ പൊന്നാനിയുടെ മനസ്സ് നമ്മൾ കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം ഇടതുപക്ഷ സഹയാത്രികരും പൊതുജനങ്ങളുടെയും പാർട്ടിസിപ്പേഷനോട് കൂടി വിവിധ തലങ്ങളിൽ വലിയ തോതിലുള്ള സ്വീകാര്യത കാണിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടന്നു. ഇന്ന് 3:30 മണിക്ക് റോഡ് ഷോ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ പൊന്നാനി നമുക്ക് ദിവസം കുറവാണെങ്കിൽ പോലും പൊന്നാനിയുടെ ഹൃദയം ആ തുടിപ്പുകൾ കൂടുതൽ ആഞ്ഞു തുടിക്കും. അതിൻ്റെ റിസൾട്ട് ഇടതുപക്ഷത്തോടൊപ്പമാണ്. അത് കഴിഞ്ഞ കാല ചരിത്രമാണ്. ആ ചരിത്രം തുടരുന്നതിൽ പൊന്നാനിക്ക് യാതൊരു പിശുക്കുമില്ല. ഈ പൊന്നാനി നഗരത്തിലുള്ള കുടുംബങ്ങളെയൊക്കെ പരമാവധി നേരിട്ടറിയാവുന്ന ഒരു ബന്ധം അങ്ങേക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് പൊന്നാനി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പൊന്നാനിയിൽ തന്നെ ജനിച്ചത്. പൊന്നാനിയിലെ LP സ്കൂൾ വിദ്യാഭ്യാസം മുതൽക്കുണ്ട്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം 2 സ്കൂളുകളിലായിരുന്നു. അത് 2 പ്രദേശം 2 പഞ്ചായത്തുകൾ ഞാൻ പഠിച്ചു. ഇവിടെ ഒന്ന് നോക്കും, പൊന്നാനി മുനിസിപ്പാലിറ്റിക്കകത്തുള്ള പൊന്നാനി കോളേജ് പഠിച്ചു. അത് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിരിക്കുന്നു. അഭിഭാഷകനായിട്ട് പൊന്നാനി കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ എല്ലാ സർവത്ര മേഖലകളിലും ഉടലെടുത്ത ബന്ധങ്ങൾ വളരെ വിപുലമാണ്. കുടുംബ ബന്ധങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. സൗഹൃദങ്ങളും പാർട്ടിയും കുടുംബങ്ങളും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കാനാകൂ. അതുകൊണ്ട് പൊന്നാനിയുടെ ഓരോ ഭാഗത്തും നമ്മൾ ചെന്ന് കണ്ട് അപേക്ഷിക്കുന്നതിനുള്ള സമയക്കുറവുണ്ടെങ്കിൽ പോലും അവരൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് പൊന്നാനിയുടെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഈ മലപ്പുറത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നു, വലിയ മേൽക്കൈ UDF-നുണ്ടായി. പക്ഷേ അപ്പോഴും പൊന്നാനി ഒരു ചുവന്ന തുരുത്തായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയായിരുന്നു. പൊന്നാനിയിൽ അതിൻ്റെയൊക്കെ ഒരു നേട്ടം, വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമോ? സാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, വികസനം പദ്ധതികൾ മുഴുവൻ തന്നെ അക്കമിട്ടുകൊണ്ട് ജനങ്ങളെ മുന്നിൽ തെളിവായി നിലനിൽക്കുക. അത് ഒന്നും പരിശോധിക്കാതെ മറ്റേതോ ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു പോയി എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചു. പക്ഷേ നമ്മൾ പൊന്നാനിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് വികസന മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അല്ല. വികസനത്തിൻ്റെ ഉത്തമ മാതൃകകൾ പൊന്നാനിയുടെ പക്ഷത്ത് അവതരിപ്പിച്ചുകൊണ്ട് എണ്ണമിട്ട് ചൂണ്ടിക്കാണിച്ച് ആ വികസനത്തിൻ്റെ തുടർച്ച എന്നോണം ഒരു ഭാഗത്ത് പുതിയതായി പൊന്നാനിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പദ്ധതികൾ, ഏറ്റവും സാധാരണ ജീവിതത്തിനെ ബാധിക്കുന്നത്, മനുഷ്യർക്ക് വാസമില്ലാത്ത അതിൻ്റെ കുറവ് സംഭവിക്കുന്നത്, അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പഞ്ചായത്തുകൾ പൊന്നാനി പഴയകാല പൊന്നാനിയുടെ എല്ലാ രീതികളും മാറി വളരെ നല്ല രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നാനിയുടെ പുതിയ വികസന പദ്ധതികളും പൊന്നാനിയുടെ പഴയ വികസന പദ്ധതി തുടർച്ചയും എല്ലാം ചേർന്നുകൊണ്ടായിരിക്കും നമ്മളെ തെരഞ്ഞെടുപ്പ് കൃത്യമായി മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങളും അജണ്ടയും. അത് വെറുതെ പറഞ്ഞു പോകുന്ന വാക്കുകളെല്ലാം മറച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും. തീർച്ചയായും പൊന്നാനിയിൽ ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.